ഘോരമരുഭൂവിൽ യേശു തണലേകി. ഘോരമരുഭൂവിൽ യേശു തണലേകി. മഹിതമാം വഴിയിലേ മഹിതമാം വഴിയിലേ തിരുസഭ പഥികരേ മോക്ഷവഴിയേ യാത്രയിനിയേറെ. മോക്ഷവഴിയേ യാത്രയിനിയേറെ. മഹിതമാം വഴിയിലേ തിരുസഭ പഥികരേ മോക്ഷവഴിയേ യാത്രയിനിയേറെ. മോക്ഷവഴിയേ യാത്രയിനിയേറെ. മോഹം തകർന്നു വീഴുമ്പോൾ ദീപം പൊലിഞ്ഞു പോകുമ്പോൾ പ്രാണൻ പിടഞ്ഞു കേഴുമ്പോൾ ശാപം കുമിഞ്ഞു കൂടുമ്പോൾ യേശു മഹേശനീ വഴി തീർത്ഥം പകർന്നു പോകവേ സുഭഗമോഹനമാകും സുഹൃത ജീവിതമേ. മഹിതമാം വഴിയിലേ തിരുസഭ പഥികരേ മോക്ഷവഴിയേ യാത്രയിനിയേറെ. മോക്ഷവഴിയേ യാത്രയിനിയേറെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സുധനം കൂടെ കാണുവാൻ സ്വർഗം നമ്മളെ അനുഗ്രഹിച്ചതിനായി നന്ദി പറയാം. ആയുസിൻ്റെ ഒരു ദിനം, ഇന്നത്തെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്, അനുഗ്രഹമെന്ന് പറയുന്നത്, അത്ഭുതമെന്ന് പറയുന്നത്, ഒരു ദിനം കൂടെ കാണുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. സന്തോഷത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാം. അവിടുത്തെ ശബ്ദം കേൾക്കുവാനായി നമ്മുടെ ഹൃദയത്തെ തുറക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുവാനായി ദൈവസന്നിധിയിൽ വിധേയപ്പെട്ടുകൊണ്ട് അടിയനോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാം. ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം, വിത്തൗട്ട് പ്യൂരിഫിക്കേഷൻ നോ വൺ ക്യാൻ സീ ഗാഡ്. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. ആമേൻ. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, ഞങ്ങളുടെ അതിരത്തിലെ ഓരോ വാക്കുകളും ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും തിരുമുമ്പിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണം. അവിടുന്ന് വിളമ്പിത്തരുന്ന വചനം
ഞങ്ങളുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുവാൻ അവിടുന്ന് പറയുന്നത് അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ആമേൻ. എബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം 12-14 And for the holiness and strive for peace with everyone, and for the holiness without which no one will see the Lord. ഹൃദയത്തിൽ പാപം വെച്ചു എന്തെല്ലാം പുണ്യപ്രവർത്തികൾ നാം ചെയ്താലും ദൈവം അവയിലൊന്നും പ്രസാദിക്കുകയില്ല. വലിയ പുണ്യപ്രവർത്തികൾ പലരും ചെയ്യുന്നുണ്ടാവും. അവയെല്ലാം വളരെ വളരെ നല്ലതാണ്, അതാവശ്യമാണ്. എന്നാൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് അനുതാപത്താൽ ഹൃദയങ്ങളെ കീറി പാവങ്ങളെ യേശുവിൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരണം പ്രാപിക്കാതെ ദൈവത്തെ കാണുവാൻ ആർക്കും സാധ്യമല്ല. പാപികളുടെ ഒരു കർമ്മമാർഗങ്ങളിലും ദൈവം പ്രസാദിക്കുകയില്ല. യേശുവിൻ്റെ തങ്കച്ചോരയാൽ കഴുകി ശുദ്ധീകരണം നേടുക എന്നതാണ് സകല കർമ്മമാർഗങ്ങളെക്കാൾ ശ്രേഷ്ഠം. ഈ രക്ഷ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും സൗജന്യമാണ്. റോമാലേഖനം അതിൻ്റെ 3:24-25 ഇപ്രകാരം പറയുന്നു: For all have sinned and fall short of the glory of God, and are justified by His grace as a gift through the redemption that is in Christ Jesus, whom God put forward as a propitiation by His blood, to be received by faith. This was to show God's righteousness, because in His divine forbearance He had passed over former sins. അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. പാപം മൂടപ്പെടുന്നത് യാതൊരു പുണ്യപ്രവൃത്തികളെ കൊണ്ടും അല്ല, കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും പൊതിയപ്പെട്ടാൽ മാത്രമേ പാപമോചനം ഉള്ളൂ. അത് ദൈവത്തിൻ്റെ സൗജന്യമായ കൃപയാലാണ് നമുക്ക് ലഭിക്കുന്നത്. ആദാം, ഹൗവ എന്നിവർ പാപം ചെയ്തു. അവർ നഗ്നരാണെന്ന് അവർ അറിഞ്ഞു. അത്തിയില കൊണ്ട് തങ്ങളുടെ പാപത്തെ സ്വയം മറക്കാൻ അവർ ശ്രമിച്ചു. എന്നാൽ നഗ്നത മറഞ്ഞില്ല. ദൈവം തോലുകൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരുടെ നഗ്നതയെ മറച്ചു. യാഗം നടന്നാലേ പാപമോചനമുള്ളൂ. ഈ സംഭവങ്ങളെയെല്ലാം ആദിമാതാപിതാക്കന്മാർ തങ്ങളുടെ മക്കളായ കായീനോടും ഹാബേലിനോടും പറഞ്ഞു കാണും. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും എന്ന് ദൈവം അവരോട് പറഞ്ഞു. ദൈവവചനവും അവർ മക്കളോട് പറഞ്ഞു കാണും. ഹാബേൽ അത് വിശ്വസിച്ചു. ദൈവസന്നിധിയിൽ യാഗം കഴിക്കുമ്പോൾ ഹാബേലിൻ്റെ യാഗം വിശ്വാസത്തോടു കൂടിയുള്ള യാഗമായിരുന്നു. എന്നാൽ അധ്വാനം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്നാണ് കായീൻ കരുതിയത്. ഉൽപ്പത്തി 4:4-7 യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു, കായീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കായീന് ഏറ്റവും കോപമുണ്ടായി, അവൻ്റെ മുഖം വാടി. എന്നാറേ യഹോവ കായീനോട്, നീ കോപിക്കുന്നതെന്ത്? നിന്റെ മുഖം വാടിയത് എന്ത്? നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. ഈ വചനങ്ങളിൽ നിന്നും കായീൻ ലോകമോഹങ്ങളിൽ വീണ് ദൈവത്തിൽ വിശ്വാസമില്ലാതെ ജീവിച്ച വ്യക്തിയായിരുന്നോ എന്ന് കാണാം. എന്നാൽ ഹാബേൽ തങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങൾ മൂലം ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിച്ചാണ് യാഗത്തിനായി ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്നത്. അതിനാൽ ആ യാഗം ദൈവത്തിന് പ്രസാദമായി. പൗലോസ് അപ്പോസ്തലൻ ഹാബേലിൻ്റെ വിശ്വാസത്തോടു കൂടിയുള്ള യാഗത്തെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു. എബ്രായർ 11:4 വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായീൻ്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവൻ്റെ വഴിപാടിനും സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ബൈ ഫെയ്ത്ത് Abel offered to God a more acceptable sacrifice than Cain, through which he was
commended as righteous, God commending him by accepting his gifts. And through his faith, though he died, he still speaks. Amen. ഈ വചനങ്ങളാൽ നമുക്ക് ദൈവസന്നിധിയിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ. സ്നേഹവാനായ പിതാവേ, നിന്റെ മക്കളായ ഞങ്ങൾ, നിത്യത നഷ്ടപ്പെട്ടു പോയ ഞങ്ങൾക്ക് നിത്യകവാടം തുറന്നു തന്നത് അവിടുത്തെ പുത്രൻ്റെ യാഗത്താലാണല്ലോ. അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ ഞങ്ങളും പരിശുദ്ധരായിരിക്കുവാൻ ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ സ്തോത്രം, വിശുദ്ധ ജീവിതത്തിന് വേണ്ടി പരിശ്രമിക്കുവാൻ, ആ ജീവിതത്തിൽ നിന്ന് ഞങ്ങളെ പുറകോട്ട് വലിക്കുന്ന സകല ദുഷ്ടശക്തികളെ തിരിച്ചറിഞ്ഞ് അവിടുത്തെ കൃപയിൽ ആശ്രയിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഇന്ന് വചനം കേട്ട ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. കുടുംബത്തോടെ ഞങ്ങളെ മാനിക്കണമേ, അനുഗ്രഹിക്കണമേ. വിശുദ്ധ കുടുംബജീവിതം നയിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങൾ ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വിശുദ്ധിയും വേർപാടും ഹല്ലേലൂയ അതിൻ്റെ ആഴമർത്ഥവും മനസ്സിലാക്കി ഹല്ലേലൂയ വചനമനുസരിക്കുന്ന വിശുദ്ധ മക്കളായി തന്നെ നിൽക്കുവാൻ കൃപ ചെയ്യണം. ഞങ്ങൾ ഒരുമനപ്പെട്ടുകൊണ്ട് ഞങ്ങൾ മാതൃരാജ്യമായി ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയെ അനുഗ്രഹിക്കണമേ അപ്പാ. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാ ലീഡേഴ്സിനെയും എല്ലാ മന്ത്രിമാരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. ദൈവഭയമുള്ള കർത്താവേ, ഭരണകർത്താക്കളെ നീ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സംസ്ഥാനമായ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തമിഴ്നാടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. അവരുടെ ബുദ്ധിമണ്ഡലത്തെ സ്പർശിക്കണം. അവർ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ എക്സാം പെർഫെക്റ്റായിട്ട്, നന്നായിട്ട്, വൃത്തിയായി ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പരീക്ഷ എഴുതാൻ കുഞ്ഞുങ്ങളെ സഹായിക്കണം. ഹല്ലേലൂയ. അവിടുന്ന് ഇത്രത്തോളം മാനിച്ച് ഞങ്ങൾ നിർത്തിയിരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ വയലുകളെ, ഓഫീസുകളെ, ഞങ്ങളുടെ തോട്ടങ്ങളെ ഒക്കെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിരുകളെ അവിടുന്ന് വിശാലമാക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എല്ലാ നന്മകൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദി അപ്പാ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഭാരം ചുമന്നു പോകുമ്പോൾ, ദേഹം തളർന്നു വീഴുമ്പോൾ, നാഥൻ പകർന്ന വചനങ്ങൾ നാവിൽ പൊതിഞ്ഞ തേൻകണം, സ്നേഹസ്വരൂപനേ വഴി സൗഖ്യം പകർന്നു പോകവേ, പരമപാവനമാകും അമരജീവിതമേകൂ മഹിതമാ വഴിയിലേ തിരുസഭ പഥികരേ, മോക്ഷവഴിയേ യാത്രയിനിയേറെ, മോക്ഷവഴിയേ യാത്രയിനിയേറെ, മഹിതമാ വഴിയിലേ തിരുസഭ പഥികരേ, മോക്ഷവഴിയേ യാത്രയിനിയേറെ, മോക്ഷവഴിയേ